ക്രെഡിറ്റ് കാർഡ് കമ്പനീസ് എന്തിനായിരിക്കും നമുക്ക് ഫ്രീ ആയിട്ട് 45 ദിവസം വരെ ഒരു ഇൻട്രസ്റ്റും തരാതെ പൈസ കടം തരുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ നമുക്കിത് ഇന്ന് ക്രാക്ക് ചെയ്യാം. മൈസെൽഫ് നിന്നാർ, വെൽക്കം ടു മൈ ചാനൽ ഫൈനാൻസ് ബൈ നിതിൻ. നമ്പേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മോശമായി യൂസ് ചെയ്യുന്ന ഒരു ഫൈനാൻഷ്യൽ ടൂളാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. നമ്മുടെ സർക്കിൾ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. ജോലി കിട്ടിക്കഴിഞ്ഞതും ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുക, അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ തരത്തിലും പൈസ അവിടെ ഇവിടെയൊക്കെ ചിലവാക്കുക, അത്യാവശ്യം പൈസ തിരിച്ചടയ്ക്കാൻ പറ്റാതെ ഫ്രണ്ട്സിനോട് കടം മേടിക്കുക, എന്നിട്ടോ ആ പൈസ തിരിച്ചടയ്ക്കാൻ വേണ്ടി വീണ്ടും വേറൊരു ക്രെഡിറ്റ് കാർഡ് എടുക്കുക. ഇങ്ങനെ ഈ ഫുൾ ട്രാപ്പിൽ തന്നെ പെടുന്ന ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ സർക്കിളിലും ഉണ്ടാവും. സോ ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ പല ആൾക്കാരുടെയും ഡൗട്ടാണ് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും എന്താണെന്നുള്ളത്. ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ പൈസ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതിനെയും എടുക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ലാത്ത പൈസ നമ്മൾ ഒരു ഇൻട്രസ്റ്റും കൊടുക്കാതെ നമുക്ക് സൗകര്യത്തിന് പൈസ എടുക്കുന്നു. പക്ഷേ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് കഴിഞ്ഞാൽ നമ്മൾ ആ പൈസ തിരിച്ച് റീപേ ചെയ്യണം. ഈ പെർട്ടിക്കുലർ ടൈം പീരീഡ് എന്ന് പറയുന്നതിനെയാണ് ഡ്യൂ ഡേറ്റ് അല്ലെങ്കിൽ ബില്ലിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇനിയൊരു എക്സാമ്പിളിലേക്ക് നോക്കുകയാണെങ്കിൽ ജനുവരി 1-ാം തീയതി ഒരാൾ ആ ക്രെഡിറ്റ് കാർഡ് എടുത്ത് യൂസ് ചെയ്യാൻ തുടങ്ങിയെന്ന് വിശ്വസിക്കുക. അങ്ങനെയാണെങ്കിൽ അയാളുടെ ക്രെഡിറ്റ് ലിമിറ്റ് എന്താണോ ആ ലിമിറ്റ് വരെ അദ്ദേഹത്തിന് ഇനി വരാൻ പോകുന്ന 30 ദിവസം ഫുൾ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ കഴിഞ്ഞാൽ ആ 30 ദിവസം കഴിഞ്ഞാൽ എക്സാമ്പിൾ ഒരു ഫെബ്രുവരി 1-ാം തീയതി ആകുമ്പോൾ മേ ബി അവിടെ ഒരു ബില്ല് ജനറേറ്റ് ആവും. അതായത് ഇത്രത്തോളം പൈസയാണ് നിങ്ങൾ ഈ 30 ദിവസം കൊണ്ട് യൂസ് ചെയ്തിരിക്കുന്നത്, ഇനി വരാൻ പോകുന്ന 15 ദിവസത്തിനുള്ളിൽ ഈ ഫുൾ എമൗണ്ട് പേ ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു ബില്ല് അവിടെ ജനറേറ്റ് ആവുന്നതായിരിക്കും. അതായത് നമ്മൾ എടുക്കുന്ന പൈസ 45 ദിവസം വരെ നമുക്ക് അവിടെ ഇൻട്രസ്റ്റ് ഫ്രീ ആണെന്നാണ് അതിനർത്ഥം. ഇനി ആ പൈസ നിങ്ങൾ ആ 45 ദിവസത്തിനുള്ളിൽ തന്നെ പേ ചെയ്തു എന്നാണെങ്കിൽ, അതായത് ഫെബ്രുവരി 15-16 ആകുമ്പോൾ തന്നെ നിങ്ങൾ ആ എമൗണ്ട് ഫുള്ള് പേ ചെയ്തു എന്നാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു തരത്തിലുള്ള പ്രശ്നവും ഒന്നും വരാൻ പോകുന്നില്ല. സപ്പോസ് നിങ്ങളത് മിസ് ചെയ്തു എന്നാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 30-40% അതായത് ഒരു എഡ്യൂക്കേഷൻ ലോൺ, ഹോം ലോൺ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് വെറും 7-10% ആണ്. അതിന്റെ 3-4 ഇരട്ടി നമ്മൾ ക്രെഡിറ്റ് കാർഡ് മിസ്സായാൽ മാത്രം അവിടെ കൊടുക്കേണ്ടി വരും. ഇവിടെ നിങ്ങൾക്ക് മേ ബി ഡൗട്ട് തോന്നിയേക്കാം, മേടിച്ച എമൗണ്ട് കറക്റ്റ് 45 ദിവസത്തിൽ തന്നെ തിരിച്ച് പേ ചെയ്യുകയാണെന്നാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കമ്പനിക്ക് എന്താണ് ലാഭമെന്ന്. ക്രെഡിറ്റ് കാർഡ് കമ്പനീസിന് ക്ലിയർ ആയിട്ട് അറിയാം, എടുക്കുന്ന 60% ആൾക്കാരെ കൊണ്ടും കറക്റ്റ് ടൈമിന് പൈസ തിരിച്ചടയ്ക്കാൻ പറ്റില്ല എന്നുള്ളത്. ക്രെഡിറ്റ് കാർഡിൽ തന്നെ വേറൊരു ട്രിക്കി ആയിട്ടുള്ള ഓപ്ഷൻ കൂടി ഉണ്ട്. അത് വേറൊന്നല്ല, മിനിമം എമൗണ്ട് ഡ്യൂ എന്നാണ്. മേ ബി നിങ്ങളുടെ ഒരു ബിൽ സൈക്കിൾ വന്നിരിക്കുന്ന ഒരു 50,000 ആണെന്നാണെങ്കിൽ മേ ബി ഇവിടെ ഓപ്ഷൻ കാണാം മിനിമം എമൗണ്ട് ഡ്യൂ ഓഫ് 5,000. അപ്പൊ നമ്മൾ വിശ്വസിക്കും ഓക്കെ, അങ്ങനെയാണെങ്കിൽ 5,000 കൊടുത്തു കഴിഞ്ഞ് റിമൈനിങ് ആയിട്ടുള്ള 45,000 പിന്നെ കൊടുത്താൽ മതിയല്ലോ എന്നുള്ളത്. പക്ഷേ ഇവിടെ റിമൈനിങ് ആയി വരുന്ന 45,000 അവർ ചാർജ് ചെയ്യാൻ പോകുന്നത് 30-40% ഇൻട്രസ്റ്റ് ആണ്. ഇത് അക്യുമുലേറ്റ് ആവും തോറും നിങ്ങൾ അത്യാവശ്യം ഈ ക്രെഡിറ്റ് കാർഡിന്റെ പിന്നാലെ തന്നെ നിങ്ങളുടെ ലൈഫ് ലോങ് ഫുള്ള് കറങ്ങി നിൽക്കേണ്ടിയും വരും. സോ ഈ തരത്തിലുള്ള ട്രാപ്പിൽ നിന്നെല്ലാം മാറി ബെറ്റർ ആവാൻ ആകെ 2 ഓപ്ഷനാണ് മെയിനായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഒന്നാമത്തത്, ഒരിക്കലും മിനിമം എമൗണ്ട് ഡ്യൂ എന്ന ട്രാപ്പിലേക്ക് പെടാതെ ഓട്ടോ ഡെബിറ്റ് ടു യുവർ ബാങ്ക് അക്കൗണ്ട് എന്ന് കൊടുത്തുകൊണ്ട് ആ പർട്ടിക്കുലർ എമൗണ്ട് എത്രയാണോ അത് കറക്റ്റ് 45-ാം ദിവസം തന്നെ കറക്റ്റായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് കമ്പനിയിലേക്ക് പൈസ മാറ്റുന്ന പോലുള്ള ഓപ്ഷൻ കൊടുക്കുക. രണ്ടാമത്തത്, ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ. നിങ്ങൾക്ക് സപ്പോസ് ഒരു ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ 1 ലക്ഷം ആണെന്നാണെങ്കിൽ ആ 1 ലക്ഷം ഫുള്ള് യൂസ് ചെയ്യാതെ ഒരു 20-30% മാത്രം യൂസ് ചെയ്യുക. അതായത് 20,000-30,000 മാത്രം യൂസ് ചെയ്യുക. ഇങ്ങനെ യൂസ് ചെയ്യുന്നതോടെ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ബെറ്റർ ആവുകയും ചെയ്യും, നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ഈ ക്രെഡിറ്റ് കാർഡ് മാനേജ് ചെയ്യാനും പറ്റും. സോ ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. താങ്ക് യു.